അതുപോലെ തന്നെ മോഡലിംഗ് രംഗത്ത് സീരിയൽ സിനിമ രംഗങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ സമീപകാലത്ത് കേൾക്കാറുണ്ട് ഈ മോഡലിംഗ് രംഗത്തും സിനിമയിലൊക്കെ വ്യാപകമായ രീതിയിൽ ലഹരി ഉപയോഗം ഉണ്ടെന്ന്. അത് പെൺകുട്ടികളെ പോലും ഈ ഒരു കെണിയിലേക്ക് പെടുത്തിയിട്ടുണ്ടെന്ന്. അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടോ എപ്പോഴെങ്കിലും? ഒരിക്കലും ഇല്ല സാർ. എൻ്റെ ഒരു ഇതിൽ പറയുവാണെങ്കിൽ ഈ മൂവീസിലും നമ്മളിപ്പോൾ സീരിയലിൽ പോകണമെങ്കിൽ നമ്മൾ എന്താണോ അതാണ് അവിടെ. അല്ലാതെ ഒരാൾ നമ്മളെ പിടിച്ച് വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. സീരിയലോ സിനിമയിലോ നമ്മൾ പോകുമ്പോൾ ഇത് ഉപയോഗിച്ചേ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരും ഇൻറ്റൻഷ്യലി നമുക്ക് തരത്തില്ല. ഞാൻ മോഡലിംഗിൽ ചെയ്തൊരു കുട്ടിയാണ്. എക്സ്പീരിയൻസിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഒരുപാട് എൻ്റെ അറിവിലുണ്ട്. മോഡലിംഗ് ഫീൽഡിലുണ്ട് സാറ്, കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഉണ്ട്. ഒരുപാട് പേര് ഉപയോഗിക്കുന്നവരും ഇതിന് വേണ്ടിയിട്ട് മെയിൻ മോഡലിംഗിൽ വരുമ്പോൾ ഉപയോഗിക്കുന്നവർ അത്യാവശ്യം ഉണ്ട്. പക്ഷേ സിനിമ സീരിയൽ ഫീൽഡിൽ അങ്ങനെ നമ്മൾ പോകുന്ന അഭിനയിക്കാൻ, നമ്മുടെ കാര്യം കഴിയുക, നമ്മൾ വീട്ടിൽ പോവുക, കഴിഞ്ഞു. പക്ഷെ മോഡലിംഗ് ഫീൽഡ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഞാനിപ്പോൾ പെൺകുട്ടികൾ ഉൾപ്പെടെ അതെ ഗേൾസും ഉണ്ട്. അപ്പോൾ കണ്ടുപോയി അങ്ങനെയൊന്നുമില്ല ഇതുവരെ. അങ്ങനെ ഞാനായാലും ഇപ്പോൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഇന്നുവരെ ഒരു ഷൂട്ടിനും പോയിട്ടില്ല. പോവുകയാണെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ചേട്ടനോ അമ്മയോ ഇത്തായോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, കൊണ്ടുപോവുക. അത് കഴിയുമ്പോൾ നേരെ വീട്ടിൽ പോകുക. അങ്ങനെ ഒരിടത്തും സ്റ്റേ ചെയ്യൽ, ഷൂട്ടില്ലെങ്കിൽ അനാവശ്യമായിട്ട് നിൽക്കലൊന്നും, അതാണ് എനിക്ക് ഇത്ര വിഷമം. ഒരിടത്തും ഒരു അനാവശ്യമായിട്ട് 1 മണിക്കൂർ പോലും കൂടുതൽ എൻ്റെ അറിവിൽ ഞാൻ നിന്നിട്ടില്ല. അതിനിടയിൽ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഇത്രയും പബ്ലിക് ആൾക്കാരുടെ മുമ്പിലും ഞങ്ങളൊക്കെ പക്ക ഫ്രോഡായിട്ട് അവർ ചിത്രീകരിച്ചു. പക്ഷെ നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് മിസ്റ്റേക്ക് ഇങ്ങനെ നമ്മുടെ ഭാഗത്ത് ഉണ്ടെങ്കിൽ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരില്ല. ഇത് ലൈഫും പോയി, എൻ്റെ ഫാമിലിക്കൊന്നും പുറത്തിറങ്ങാനും പറ്റുന്നില്ല. നമ്മൾ ചെയ്ത് എന്ത് തെറ്റാണ് ഞാൻ ചോദിച്ചു. സാറേ, അടിക്കുന്ന സമയത്ത് പിടിച്ച് മാറ്റാൻ ശ്രമിച്ചു. അതുപോലെ ഞാൻ ഇടയിൽ നിന്നു, അടി കൊണ്ടതാണോ ഞാൻ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്നവർ ഇത്ര അടി കൊണ്ടതാണോ, അല്ലെങ്കിൽ ഒരാൾ വന്നപ്പോൾ ഇത്രയും ഫ്ലേട്ടിംഗ് ആയിട്ട് സംസാരിച്ചപ്പോൾ റിയാക്ട് ചെയ്തതാണോ തെറ്റെന്ന് ചോദിച്ചപ്പോൾ സുധീർ സാറ് പറഞ്ഞാണ്, ഈ ചിലയിടത്ത് പോവും, ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഞോണ്ടും, ചിലപ്പോൾ വല്ല ഡയലോഗ് അടിക്കും, അത് കേട്ടിട്ട് നിനക്കങ്ങ് വീട്ടിൽ പോയാൽ പോരെ, നീ എന്തിനാ റിയാക്ട് ചെയ്യാൻ നിൽക്കുന്നതെന്ന് അങ്ങനെ പറയുന്ന ഒരു സാറിൻ്റെ അടുത്ത് പിന്നെ എൻ്റെ കഷ്ടപ്പെടണ സങ്കടങ്ങളും ഞാൻ എന്തർത്ഥത്തിലാണ് പറയുന്നത് എനിക്ക് അറിയില്ല സാറേ. ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോഴില്ല.